ധൈര്യമാകുന്നില്ല. അവരാരും കൊണ്ടുവന്നിട്ടല്ലാത്തത്, അവർക്ക് ഈ പറഞ്ഞ 3 സ്രോതസ്സുകളിൽ കൂടെ കിട്ടിയതുമായ വമ്പിച്ച സ്വത്തുക്കൾ എങ്ങനെ ചെലവിടുന്നു എന്ന് ആ സ്വത്തുക്കൾ നൽകിയ ആൾക്കാർക്ക് അറിയാൻ അവകാശമില്ലാത്തൊരു പരിസ്ഥിതി ഉണ്ടാകാൻ പാടില്ല. Every donor is entitled to know how the money donated by him is spent എന്നുള്ളതാണ് അതിനകത്തെ ഒരു സന്മാർഗ തത്വം. പണം കൊടുത്ത എല്ലാവർക്കും തൻ്റെ പണം എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് അറിയാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് അതിനകത്തെ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒരു സന്മാർഗ തത്വം. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഇതിനകത്തൊന്നും മാറിപ്പോകാൻ പറ്റില്ല. എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാവുന്നത്, ഞാൻ ഉൾപ്പെടുന്ന മാർത്തോമാ സഭയിലെ മെത്രാച്ചന്മാരുടെ മക്കളെല്ലാം വലിയ സംഖ്യകളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ലേഖനത്തിൽ അതേപ്പറ്റി പറഞ്ഞു. മെത്രാച്ചന്മാരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ കണക്ക് ബോധിപ്പിക്കണം. അവരുടെ മണ്ഡലത്തിൽ ആ കണക്കുകൾ ബോധിപ്പിക്കണമെന്ന് ആ ലേഖനം സഭയുടെ വക ഒരു പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധപ്പെടുത്താൻ ഞാൻ കൊടുത്തത്. അപ്പോൾ ഒരു മെത്രാച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു, ആ ലേഖനത്തിൽ നിന്ന് ആ ഭാഗം ഒന്ന് മാറ്റാമെങ്കിൽ നാളെ തന്നെ മറ്റു കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്താം. എന്താ കാരണം? അത് അവിടെ വെച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദ്യം വരും, പറഞ്ഞിട്ട് ആരെ ഭയപ്പെടുന്നു? സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നത് എങ്ങനെയാണ്? മാർത്തോമാ സഭയുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്, പിതൃസ്വത്തായിട്ട് കിട്ടിയത് ഇതിനകത്ത് പെടുത്തണ്ട. അപ്പോൾ പിതൃസ്വത്തായിട്ട് കിട്ടിയത് പെടുത്തണ്ടെങ്കിൽ പിന്നെയുള്ള സ്വത്തുക്കൾ അവതരിപ്പിക്കുന്നതിന് എന്താണ് ഭയം? അത് മാറ്റണമെന്ന് പറയാൻ കാരണം അത് ഞങ്ങളിങ്ങനെ ചെലവഴിച്ച് പോകും, മറ്റേത് ചെലവഴിച്ച് പോകുകയെ പറയണം. അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. പൊതുപണം നിങ്ങൾ പൈതൃകമായി കിട്ടിയതല്ല, നിങ്ങൾക്ക് ദായക്രമത്തിൽ കിട്ടിയതല്ല, പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയതാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതെങ്ങനെ ചെലവഴിച്ചു എന്നറിയാൻ ബാധ്യത. ഞാൻ ഇന്നലെ എനിക്കൊരു പ്രസിദ്ധീകരണം കിട്ടി. അൽമായ ജ്വാല എന്നാണ് പ്രസിദ്ധീകരണത്തിന് പേര്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചപ്പോൾ നിങ്ങളെക്കൂടെ അറിയിക്കാൻ കൊള്ളാവുന്നു. ഇത് തയ്യാറാക്കിയ ആളുകളുടെ പേരൊക്കെ നോക്കിയിട്ട് എനിക്ക് പരിചയമുള്ള കാര്യമില്ല. എറണാകുളം, തൃശ്ശൂർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും സഭവക ഭൂമികൾ വിറ്റഴിക്കുക, കെട്ടിടങ്ങളും ഭൂമിയും ദീർഘകാലാടിസ്ഥാനത്തിൽ പാട്ടത്തിന് കൊടുക്കുക, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണ്ട് വലിയ സംഖ്യ പകുതി വാങ്ങി കണക്കിൽപ്പെടുത്താതിരിക്കുക, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമത്തിൽ വൻതുക വസൂലാക്കുക, ഇവയാണ് പല സഭകളുടെയും മുൻഗണന ക്രമങ്ങൾ. സത്യമായി ഞാൻ പറയട്ടെ, ഭൂരിപക്ഷം കത്തോലിക്ക എയ്ഡഡ് സ്ഥാപനങ്ങളിലും അവർ ഇങ്ങനെ തുക വസൂലാക്കുമെന്ന് വിശ്വസിക്കാത്തതാണ്. പക്ഷെ വേറെ സകല സഭകളിലെയും എയ്ഡഡ് സ്കൂളുകളിൽ ഇങ്ങനെ തുക വസൂലാക്കി മാത്രമേ കഴിയുള്ളൂ. ഈ നിയമം പാസാക്കാൻ പറയുന്നത് കത്തോലിക്ക സമുദായത്തിന് വേണ്ടി മാത്രമല്ല, കത്തോലിക്ക സമുദായത്തിൻ്റെ പുറത്തുള്ള അനവധി സമുദായക്കാർക്ക്, ബിഷപ്പ് കെ പി യോഹന്നാൻ ഉൾപ്പെടെയുള്ള സമുദായത്തിൻ്റെ സ്വത്തുക്കൾ ഭരിക്കുന്നതിന് വേണ്ടി നിയമപരമെന്ന് പറയുന്നു. ഞാൻ ഗോവയിൽ വെച്ചൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ബിഷപ്പ് കെ പി യോഹന്നാൻ ഹാരിസൺ ക്രോസ്ബിയിൽ നിന്നും ഒരു വലിയ ഒരു സംഖ്യ പറഞ്ഞു, 123 കോടിയോ മറ്റോ പറഞ്ഞു, ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചതായിട്ട് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു എഴുത്ത് വന്നു ഡൽഹിയിൽ നിന്ന്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ, ഞാൻ ബിഷപ്പ് യോഹന്നാൻ എന്ന് പറഞ്ഞില്ല, ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഹെഡ് എന്നേ പറഞ്ഞു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ സെക്രട്ടറിയുടെ ഒരു കത്തും രജിസ്റ്റേർഡ് ആയിട്ട് കത്തും. അതിൽ പറഞ്ഞു, നിങ്ങൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഹെഡിന് 123 കോടി രൂപ വിലയുള്ള എസ്റ്റേറ്റ് വാങ്ങിച്ചതായി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ വിശദവിവരങ്ങൾ തിരക്കാതെ പറയാൻ പാടില്ലായിരുന്നു.
ഞാൻ ഹൈക്കോടതിയിൽ ഈ സ്വത്ത് വാങ്ങിയതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി സംബന്ധിച്ചൊരു കേസുള്ളവരെ എനിക്കറിയാമായി. ഞാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു കത്തയച്ചു. എനിക്ക് ആ കേസിൻ്റെ വിവരങ്ങൾ അതിനെ കൊള്ളാം. അപ്പോൾ വിവരം കിട്ടിയതനുസരിച്ച് ആ ഈ സ്വത്ത് വാങ്ങിയ മുദ്രപത്രം വിലയ്ക്ക് വാങ്ങിയത് KP യോഹന്നാനാണെന്ന് മനസ്സിലായി, ബിഷപ്പ്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഖ്യ 70 കോടിയോ മറ്റോ. അത്രയുമല്ല, കൂടുതലുണ്ടെന്ന് പറഞ്ഞ് കലക്ടർ ഒരു നടപടി നടത്താൻ തുടങ്ങിയതിനെ തുടർന്നാണ് ഈ കേസ് അവിടെ വന്നത്. ചിലപ്പം KP യോഹന്നാൻ പറഞ്ഞതായിരിക്കും സത്യം. ഞാനിതെല്ലാം കാണിച്ചൊരു മറുപടി അയച്ചു. എനിക്ക് വന്ന കത്തിലെ അതേ അഡ്രസ്സ് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ആ കത്തെനിക്ക് മടങ്ങി വന്നു. അങ്ങനെ ഒരു മേൽവിലാസക്കാരൻ ഡൽഹിയിൽ നിന്ന് വിട്ടെന്ന് പറഞ്ഞു. പിന്നെ ആരാണ് ഈ കത്തയച്ചത്? എവിടുന്നാണ് വന്നത്? ഇതിനാണ് ഞാൻ പറഞ്ഞത് സുതാര്യത. എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? ഞാൻ അങ്ങേരുടെ സ്വത്തുക്കളിൽ നിന്ന് 1 രൂപ പോലും ചോദിക്കുകയില്ല, നാളാരും ചോദിക്കുകയില്ല, യോഗവും ചോദിക്കുകയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഈ പറയുന്ന ആർട്ടിക്കിളിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൻ തുക വസൂലാക്കുക എന്ന് പറയുന്നത് ഒരു സ്രോതസ്സായിട്ട് കാണിച്ചിരിക്കുകയാണ്. നിയമം അംഗീകരിക്കുന്ന സ്രോതസ്സുകളെ ഞാൻ 3 എണ്ണം പറഞ്ഞിട്ടുള്ളൂ. നിയമം നിരോധിച്ച സ്രോതസ്സുകളെ പറ്റിയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത്. അത് കിടക്കട്ടെ. ബിഷപ്പന്മാരും അവരുടെ സ്തുതിപാഠകന്മാരുമായി മാറിയ കുറേ അച്ഛന്മാരും സഭയുടെ സ്വത്തുക്കളുടെ ഭരണകർത്താക്കളായി മാറി. ആർട്ടിക്കിൾ പറയുന്നത് അച്ഛന്മാരുടെ കടപ്പാട് ജനങ്ങളോടല്ല, ബിഷപ്പന്മാരോടായിട്ട് മാറി. ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ പാരമ്പര്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ബിഷപ്പന്മാരും അവരുടെ സ്തുതിപാഠകന്മാരായി മാറിയിട്ടുള്ള അച്ഛന്മാരും ഏതാനും അന്വേഷികൾക്കും ഏകാധിപതികളായി കർത്തൃത്വം നടത്തുന്ന ദുസ്ഥിതി പല സഭകളിലും അരങ്ങേറുന്നു. ഇന്നത്തെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യം തന്നെയല്ലേ? ഇത് മറച്ചു വെച്ചിട്ട് കാര്യമുണ്ട്. ഇത് ഈ സഭവക സ്വത്തുക്കളും സഭകളും